ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉടൻ പുറത്തേക്ക്. സ്വകാര്യതയെ ബാധിക്കുന്ന വിവരങ്ങൾ ഒഴിവാക്കിയാണ് റിപ്പോർട്ട് പുറത്തുവിടുക. റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് ആവശ്യപ്പെട്ട് നടി രഞ്ജിനി ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ സ്റ്റേ ഇല്ല. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, കേരളം മുഴുവൻ കാത്തിരിക്കുന്നത് ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്താണ് ഉള്ളതെന്നാണ്. എല്ലാ നിയമ നടപടികളും അവസാനിച്ചിരിക്കുന്നു. അല്പസമയത്തിനകം റിപ്പോർട്ട് പുറത്തുവരും. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും 2019 ഈ റിപ്പോർട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും പിന്നീട് അത് പുറത്തു വരുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് ഏകദേശം 5 വർഷം വരെ നീണ്ടു എന്നുള്ളതായിരുന്നു ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അവസാനം ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് വേണ്ടി വിവരാവകാശ കമ്മീഷൻ വരെ ഇടപെട്ടു. വിവരാവകാശ കമ്മീഷൻ ഇടപെട്ടുകൊണ്ട് എത്രയും വേഗം ഈ റിപ്പോർട്ട് അപേക്ഷ നൽകിയിരിക്കുന്ന എല്ലാവർക്കും നൽകണം എന്നുള്ളതായിരുന്നു. അവിടെയും ഒരു കാര്യം മുന്നോട്ട് വെച്ചിരുന്നു. കാരണം ചില ആളുകളുടെ സ്വകാര്യതയെ ഹനിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും പരാമർശങ്ങളോ വ്യക്തികളുടെ പേരുകളോ ഉണ്ടെങ്കിൽ അവയെല്ലാം തന്നെ ഒഴിവാക്കണം എന്ന നിർദ്ദേശവും നൽകിയിരുന്നു. ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിനിടയിലാണ് സജിമോൻ പാറയിൽ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ ഹൈക്കോടതി അതിനകത്ത് ഒരു എടുത്തു പറയത്തക്ക കാര്യം, റിപ്പോർട്ട് പുറത്തു വിടുന്നതിൽ പ്രശ്നങ്ങളില്ല, പക്ഷേ സ്വകാര്യതകൾ കാത്തു സൂക്ഷിക്കേണ്ട കാര്യത്തിൽ ആ സ്വകാര്യത കാത്തു സൂക്ഷിക്കണം എന്നായിരുന്നു. എന്തായാലും അല്പസമയത്തിനുള്ളിൽ 233 പേജുള്ള റിപ്പോർട്ട് പുറത്തേക്ക് വരും. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ്. സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളാണ് രണ്ട് ഭാഗങ്ങളാണ് റിപ്പോർട്ടിലുള്ളത്. ഒന്നാം ഭാഗത്തിൽ റിപ്പോർട്ടിലൂടെ നടപ്പിലാക്കേണ്ട അല്ലെങ്കിൽ സർക്കാർ നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനുള്ള പ്രശ്ന പരിഹാരങ്ങൾ എന്നുള്ളതാണ് ഒന്നാം ഭാഗത്തിൽ. രണ്ടാം ഭാഗത്തിലാണ് ഈ കമ്മീഷനുമായി ബന്ധപ്പെട്ട നടത്തിയിരിക്കുന്ന മൊഴികളും ആ മൊഴികൾ പല സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട പലരും നൽകിയിട്ടുള്ള പരാതികളുമൊക്കെയാണ് രണ്ടാം ഭാഗത്തിലേക്ക് വരുന്നതെന്നാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഒരുപാട് ഓഡിയോ ക്ലിപ്പുകൾ, വീഡിയോ ക്ലിപ്പുകൾ ഉൾപ്പെടെയുള്ളവ ഈ മൊഴി നൽകിയവർ നൽകിയിട്ടുണ്ട്. അവയെല്ലാം തന്നെ അടങ്ങിയ ഏകദേശം വലിയ ഒരു റിപ്പോർട്ടായിട്ടായിരുന്നു അന്ന് ജസ്റ്റിസ് ഹേമ ഇത് സമർപ്പിച്ചത്. ഇതിനകത്ത് ഒരു ജുഡീഷ്യറി സ്വഭാവം ഇല്ല എങ്കിൽ പോലും, കമ്മിറ്റിക്ക് ഒരു ജുഡീഷ്യറി സ്വഭാവം ഇല്ല എങ്കിൽ പോലും ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടി സർക്കാർ ഒരു ശ്രമം നടത്തും എന്ന് തന്നെ അന്നത്തെ മുഖ്യമന്ത്രി, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറഞ്ഞിരുന്നു. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ റിപ്പോർട്ട് പുറത്തു വരാതിരിക്കുന്നതിന് വേണ്ടി ആരാണ് ഇതിൽ ഇടപെട്ടത്, അല്ലെങ്കിൽ അവര് ഇടപെട്ടതിന്റെ പിന്നിലുള്ള ഗൂഢലക്ഷ്യം എന്തായിരുന്നു എന്നുള്ളതാണ് ഇപ്പോഴെല്ലാവരും കാത്തിരിക്കുന്നത്. കാരണം വളരെ പെട്ടെന്നായിരുന്നു സിനിമാ നടി രഞ്ജിനി രംഗത്തേക്ക് എത്തിയത്. കഴിഞ്ഞ ശനിയാഴ്ച എത്തി വീണ്ടും ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെ അവർ കോടതിയെ സമീപിക്കുകയായിരുന്നു. കാരണം അവർ മൊഴി നൽകിയവരുടെ കൂട്ടത്തിലുണ്ടെന്നും അവർ പറഞ്ഞ മൊഴി കൃത്യമായാണോ അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട ചില ആശങ്കകളുണ്ട്. ആ ആശങ്കകൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ നിന്നും തന്റെ കാര്യങ്ങൾ കൂടി കേൾക്കണം എന്നുള്ളൊരു കാര്യമാണ് മുന്നോട്ട് വെച്ചത്. അത് ഇന്ന് കോടതി തള്ളിയിരിക്കുന്നു. അത് പിന്നീട് സിംഗിൾ ബെഞ്ചിലേക്ക് വന്നുവെങ്കിലും സിംഗിൾ ബെഞ്ചും അതേ ആവശ്യം തന്നെ വീണ്ടും തള്ളിയിരിക്കുന്നു. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നത്. 233 പേജുള്ള റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതിനകത്ത് കേരളം കാത്തിരിക്കുന്നത് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് പുറത്തു വരാനുള്ളത് എന്നുള്ളതായിരുന്നു. അന്ന് നൽകിയ സിനിമ കോൺക്ലേവും വിമൺ കോൺക്ലേവുമായി ബന്ധപ്പെട്ട ഭാരവാഹികൾ അന്ന് പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ഈ സിനിമാ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് വ്യക്തമായ ഒരു പഠനം അല്ലെങ്കിൽ ഒരു അന്വേഷണം ആവശ്യമാണ് എന്ന് അന്ന് പറഞ്ഞിരുന്നു. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ സർക്കാർ തയ്യാറാകുന്നത് എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ പ്രത്യേകത. ഈ റിപ്പോർട്ടിനകത്ത് മലയാള സിനിമയിലെ ഉള്ള വിശദമായ കാര്യങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ്. നമുക്കറിയാം 4.5 വർഷത്തിന്റെ കാത്തിരിപ്പിന് ശേഷമാണ് റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നത്. മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച്, വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ സംവിധായകർ ഒപ്പം തന്നെ നിർമ്മാതാക്കൾ നിർബന്ധിക്കുന്നു എന്ന തരത്തിൽ ആ റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണമെന്ന് ആവശ്യപ്പെടുന്ന ഈ മൊഴികളുണ്ട്. അവസരം കിട്ടാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം തുടങ്ങിയവയൊക്കെ തന്നെ റിപ്പോർട്ടിൽ ഉള്ളതായിട്ടാണ് നമുക്കിപ്പോൾ വ്യക്തമാകുന്ന വിവരങ്ങൾ. എന്തായാലും വളരെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ ആ റിപ്പോർട്ടിലൂടെ പുറത്തേക്ക് വന്നിരിക്കുന്നു. മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച്, അതായത് പലപ്പോഴും ചൂഷണത്തിന് വിധേയരാകുന്നു, മലയാള സിനിമയിലെ നടിമാർ ചൂഷണത്തിന് വിധേയരാകുന്നു എന്ന് പ്രത്യക്ഷത്തിൽ സൂചിപ്പിക്കുന്ന വരികളാണ് ഇതിലൂടെ പുറത്തേക്ക് വരുന്നത്. വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ സംവിധായകരും നിർമ്മാതാക്കളും നിർബന്ധിക്കും എന്നുള്ള കാര്യത്തിലേക്ക്. അപ്പോൾ ഇതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് മലയാള സിനിമയുമായി ബന്ധപ്പെട്ട മേഖലയിൽ വലിയ തരത്തിലുള്ള ചൂഷണത്തിന് സ്ത്രീകൾ വിധേയരായിരുന്നു എന്നുള്ളതിന്റെ തെളിവുകളാണ്. ഒപ്പം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെന്ന് ആവശ്യപ്പെടുന്ന ചില മൊഴികളും ഉണ്ടെന്നാണ് വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ റിപ്പോർട്ടിന്റെ ഓരോ പരാമർശങ്ങളും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്.
അതുപോലെ തന്നെ അവസരം കിട്ടുന്നതിന് വേണ്ടി, അതായത് അന്ന് തന്നെ ഈ കമ്മിറ്റിക്ക് മുന്നിൽ ഹാജരായ പലരും ഇത്തരത്തിൽ പറഞ്ഞു. അതുപോലെ തന്നെ അവർ ഉന്നയിച്ച മറ്റ് ചില കാര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു. പലപ്പോഴും ഒരു തുല്യനീതി ഈ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ സ്ത്രീകൾക്ക് ലഭ്യമാകുന്നില്ല. ഭക്ഷണത്തിന്റെ കാര്യത്തിലായാലും പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്ന കാര്യത്തിലായാലും ഒക്കെ തന്നെ അവർക്ക് തുല്യനീതിയില്ല. പലപ്പോഴും ഇത്തരത്തിൽ ഇവർ തഴയപ്പെടുന്നു, അല്ലെങ്കിൽ പ്രതിഫലങ്ങൾ കുറയുന്നു എന്നൊക്കെ തരത്തിലുള്ള വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ അന്ന് വിമൻ കോൺക്ലേവും സിനിമയുമായി ബന്ധപ്പെട്ട ആ പ്രവർത്തകരും ഇത് മുന്നോട്ട് വെച്ചിരുന്നു. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് റിപ്പോർട്ടിന്റെ ഏകദേശ രൂപങ്ങൾ മാത്രമാണ് വരുന്നത്. ഇനിയും ഏകദേശം 243 പേജുള്ള റിപ്പോർട്ടിൽ ചില ആളുകളുടെ പേര് എടുത്തു പറഞ്ഞുള്ള പരാമർശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നീക്കം ചെയ്തുകൊണ്ടാണ് 233 പേജ് അടങ്ങുന്ന ഈ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. എന്തായാലും പ്രാഥമിക വിവരങ്ങൾ നമുക്ക് കിട്ടുന്നു. അതായത് മലയാള സിനിമയിൽ പലപ്പോഴും സ്ത്രീകൾ ചൂഷണത്തിന് വിധേയരായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ ചില വിട്ടുവീഴ്ചകൾക്ക് അവർക്ക് തയ്യാറാകുവാൻ നിർമ്മാതാക്കളും സംവിധായകരും നിർദ്ദേശിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഈ റിപ്പോർട്ടിൽ അടങ്ങിയിരിക്കുന്നുണ്ടുള്ള വിവരങ്ങളാണ് നമുക്ക് പുറത്തേക്ക് ലഭ്യമാകുന്നത്. എന്തായാലും ഇനിയും കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമാ ഫീൽഡുമായി ബന്ധപ്പെട്ട നടിമാർക്ക് ചില കോഡുകൾ, അല്ലെങ്കിൽ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചില ആളുകൾക്ക് ചില കോഡുകൾ ഉൾപ്പെടുത്തിയിരുന്നു. അപ്പോൾ വിട്ടുവീഴ്ച തയ്യാറാകുന്നവർ അറിയപ്പെടുന്ന കോഡ് എന്ന പേരിൽ ചില പേരിലൊക്കെ ഇവരെ അറിയപ്പെട്ടിരുന്നു. ഇത്തരത്തിൽ മലയാള സിനിമയിൽ ഉണ്ടായിരുന്ന വളരെ ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാൻ കഴിയാത്ത, നമുക്ക് ഒരിക്കൽ പോലും വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ചൂഷണങ്ങൾ നടന്നിരുന്നു എന്നാണ് റിപ്പോർട്ടിന്റെ ആദ്യ ഭാഗങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയും കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരാനുണ്ട്. 233 പേജുള്ള റിപ്പോർട്ടാണ് പുറത്ത് വരുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു, സിനിമാ ഫീൽഡുമായി ബന്ധപ്പെട്ട മേഖലയിൽ വലിയ തരത്തിൽ സ്ത്രീകൾ ചൂഷണത്തിന് വിധേയരായിട്ടുണ്ട് എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരുന്നത്. കാരണം ജസ്റ്റിൻ ഹേമ മാത്രം അല്ലായിരുന്നു, മലയാളത്തിലെ പ്രമുഖ നടിയായിരുന്ന ശാരദ ഉണ്ടായിരുന്നു. ഒപ്പം ഏറ്റവും നിയമരംഗത്തും ഒപ്പം തന്നെ ഭരണരംഗത്തും തന്റെ പ്രാവീണ്യം തെളിയിച്ചിരുന്ന KB വത്സലകുമാരി എന്ന റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥ ഇവർ 3 പേരടങ്ങിയ ഒരു സംഘമാണ് ഏകദേശം 2.5 വർഷക്കാലം സമയമെടുത്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി 2019 കേന്ദ്ര സംസ്ഥാന സർക്കാരിന് നൽകിയത്. പിന്നീട് അതായത് നടിയെ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ടായിരുന്നു അന്ന് വലിയ തരത്തിൽ പ്രതിഷേധമുണ്ടായി. ആ പ്രതിഷേധത്തിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ടിലേക്ക്, ഇല്ലെങ്കിൽ ഇത്തരം ഒരു ആവശ്യം മലയാള സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ത്രീകൾ മുന്നോട്ട് വെച്ചതും, അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ മുന്നോട്ട് വെച്ചത്. ആ കൂട്ടായ്മയുടെ ആവശ്യം അന്ന് സർക്കാർ അംഗീകരിക്കുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു റിപ്പോർട്ട് വരുന്നതും ആ റിപ്പോർട്ട് എന്തായാലും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നതും. കൂടുതൽ വിവരങ്ങൾ നമുക്ക് അല്പസമയത്തിൽ തന്നെ ലഭ്യമാകും. അതായത് സിനിമാ മേഖലയിലുള്ള സ്ത്രീകൾ വ്യാപകമായ തരത്തിൽ, അതായത് റിപ്പോർട്ടിൽ സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിട്ടത് വ്യാപകമായ ലൈംഗിക ചൂഷണം, അത് എല്ലാവരുടെയും കാര്യത്തിലല്ല, ചില സ്ത്രീകൾക്ക് അത്തരത്തിലൊരു ചൂഷണത്തിന് വിധേയരാകേണ്ടി വന്നിട്ടുണ്ട് എന്ന തരത്തിൽ സൂചനകൾ റിപ്പോർട്ടിലുണ്ട്. റിപ്പോർട്ടിന്റെ കുറെ ഇപ്പോൾ നൽകി തുടങ്ങുന്ന വിവരങ്ങൾ മാത്രമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അല്പം സമയത്തിനുള്ളിൽ തന്നെ കാണാം. സെറ്റിൽ ഇടനിലക്കാരുടെ പ്രവർത്തനം വ്യാപകം, അതാണ് ഏറ്റവും എടുത്തു പറയത്തക്ക കാര്യം. സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട സിനിമാ സെറ്റിൽ വലിയ തരത്തിലുള്ള ഇടനിലക്കാർ, അതായത് ഈ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന തരത്തിലേക്കുള്ള നീക്കങ്ങൾക്ക് വേണ്ടി ഇടനിലക്കാരായി പ്രവർത്തിക്കുന്ന ചില ആളുകളുണ്ടായിരുന്നു. അങ്ങനെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഇതൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ ഈ റിപ്പോർട്ട് പുറത്തേക്ക് വരരുത്, അല്ലെങ്കിൽ വരാൻ പാടില്ല എന്ന തരത്തിൽ ചിലർ ചിന്തിക്കുകയും അതിനുവേണ്ടി അവസാന നിമിഷം വരെയും കോടതിക്ക് മുന്നിൽ പോരാടിയതെന്ന് നമുക്ക് മനസ്സിലാവുന്നു. എന്തായാലും റിപ്പോർട്ടിന്റെ പരാമർശങ്ങൾ ഓരോന്നോരോന്നായി പുറത്തു വരുന്നു. ആ റിപ്പോർട്ടിൽ അല്ലെങ്കിൽ ഈ പ്രതീക്ഷിച്ചിരുന്നത് പോലെ തന്നെ ചൂഷണത്തിന് മലയാള സിനിമയിലെ പല സ്ത്രീകളും വിധേയരായിട്ടുണ്ട് എന്ന തരത്തിലേക്കാണ് റിപ്പോർട്ടിന്റെ സൂചനകൾ. ഒപ്പം വലിയ തരത്തിലുള്ള ലൈംഗിക ചൂഷണത്തിന് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ചില സ്ത്രീകൾക്ക് വിധേയരാകേണ്ടി വന്നിട്ടുണ്ട് എന്ന തരത്തിലും റിപ്പോർട്ടിൽ സൂചനകളുണ്ട്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ റിപ്പോർട്ടിന്റെ പൂർണ്ണമായ വിവരം പുറത്തേക്ക് വരും. വിനോയ് തുടരുക. നിതിൻ പ്രഭാകരൻ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. നിതിൻ, ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുന്നു. 233 പേജുള്ള റിപ്പോർട്ടാണ് പുറത്തുവിടുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്?
ആതിര, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടരുതെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടി രഞ്ജിനി സമർപ്പിച്ച ഹർജിയായിരുന്നു ഇന്ന് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത്. ഈ ഹർജി പരിഗണനയ്ക്ക് വന്ന ഉടൻ തന്നെ ഹർജി തള്ളുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുകയും ചെയ്തു. രഞ്ജിനിക്ക് സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകി. ഇതിന് പിന്നാലെ രഞ്ജിനിയുടെ അഭിഭാഷകൻ സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചെങ്കിലും ഹർജി ഫയൽ ചെയ്യാൻ നിർദ്ദേശം നൽകിയ കോടതി സ്റ്റേ ഉത്തരവ് നൽകാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഹേമ കമ്മീഷൻ 2:30 ഈ റിപ്പോർട്ട് പുറത്തുവിടാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ നേരത്തെ ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് ഹർജി നൽകിയ നിർമ്മാതാവ് സജിമോൻ പാറയിൽ സമർപ്പിച്ച അപ്പീൽ ഹർജിയും ഡിവിഷൻ ബെഞ്ചിന്റെ മുന്നിലേക്ക് എത്തിയില്ല. ഡിവിഷൻ ബെഞ്ച് സിറ്റിംഗ് ഇല്ലാത്തതുകൊണ്ടാണ് ഇത് ഡിവിഷൻ ബെഞ്ചിന്റെ മുന്നിലേക്ക് എത്താതിരുന്നത്. ആക്ടിംഗ് ചീഫ് ജസ്റ്റിസിനെ ചേംബറിൽ ചെന്ന് കാണാൻ സജിമോനും അഭിഭാഷകനും അനുമതി ഉണ്ടായിരുന്നെങ്കിലും ഇവർ അതിന് തയ്യാറായില്ല എന്നതാണ് എടുത്തു പറയേണ്ട ഒരു വസ്തുത. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ അറിയാം. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിടാൻ പോവുകയാണ്. നേരത്തെ ആതിര സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെക്കാലമായി കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന മലയാള സിനിമാ രംഗത്തെ മലയാള സിനിമാ മേഖലയിലെ സ്ത്രീകൾ, നടിമാർ ഉൾപ്പെടെയുള്ളവർ, നടിമാർ മാത്രമല്ല സാങ്കേതിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അടക്കം മൊഴി നൽകിയ ജസ്റ്റിസ് ഹേമ അധ്യക്ഷനായ കമ്മിറ്റിക്ക് നൽകിയ മൊഴിയുടെ വിശദാംശങ്ങൾ മറ്റുള്ളവരുടെ അല്ലെങ്കിൽ ഈ സ്വകാര്യത ലംഘിക്കപ്പെടാത്ത തരത്തിൽ സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് ആ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ അല്പസമയത്തിനകം കേരളം അറിയാൻ പോവുകയാണ്. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയ 5 മാധ്യമ പ്രവർത്തകർക്ക് ഈ റിപ്പോർട്ട് കൈമാറാൻ പോവുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും. കേരളം ഏറെ ചർച്ച ചെയ്ത നടി ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ 2017 പേജുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 63 ഭാഗങ്ങൾ ഒഴിവാക്കിയിരിക്കുന്നു. വെള്ളി വെളിച്ചത്തിൽ കാണുന്ന സിനിമാ മേഖലയിലും വില്ലന്മാരുണ്ട് എന്ന് തെളിയിക്കുന്ന വ്യാപകമായിട്ടുള്ള ചൂഷണങ്ങളാണ് സിനിമാ മേഖലയിലും സ്ത്രീകൾ നേരിടുന്നതെന്നാണ് വ്യക്തമാകുന്നത്. റിപ്പോർട്ടിൽ കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും അത്തരത്തിൽ തന്നെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. റിപ്പോർട്ടിന്റെ ഏകദേശ രൂപം മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. ഈ പലപ്പോഴും പലതരത്തിലും സ്ത്രീകൾ വലിയ തരത്തിലുള്ള ചൂഷണത്തിന് വിധേയരാകുന്നു എന്ന തരത്തിലെ റിപ്പോർട്ടാണ് പുറത്തു വന്നത്. അത് ചലച്ചിത്ര മേഖല പ്രശ്നങ്ങൾ പരാതിപ്പെട്ടാൽ, അതായത് ഇതുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ ചൂഷണത്തിന് വിധേയരായാൽ ഇത് സംബന്ധിച്ച പരാതി നൽകിക്കഴിഞ്ഞാൽ അവർക്കുണ്ടാവുന്ന പ്രത്യാഘാതം വലുതായിരിക്കും. വഴങ്ങാത്തവരെ പ്രശ്നക്കാരെന്ന് പറഞ്ഞുകൊണ്ട് സെറ്റുകളിൽ നിന്നും ഒഴിവാക്കും. പോലീസിനെ സമീപിക്കാത്തത് ജീവഭയം കൊണ്ടാണെന്നും പലപ്പോഴും ഇത്തരത്തിൽ ഈ ലൈംഗിക ചൂഷണത്തിന് ഇരയായ സ്ത്രീകൾ ഏതെങ്കിലും തരത്തിൽ പോലീസിന് പരാതി നൽകാൻ തയ്യാറായി കഴിഞ്ഞാൽ അവരെ പ്രശ്നക്കാരാണ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അവർക്ക് ജീവഭയമുണ്ട്, ഒപ്പം ഇതിന് വഴങ്ങാത്തവരെ പ്രശ്നക്കാരെന്ന് പറയും. മറ്റൊരു കാര്യം, അതിക്രമം കാട്ടിയവരിൽ ഉന്നതരുണ്ട് എന്നൊരു വെളിപ്പെടുത്തൽ കൂടി വരുന്നു. ഇത്തരം വിവരങ്ങൾ കേട്ടപ്പോൾ വലിയ തരത്തിൽ ഞെട്ടലാണ് തനിക്കുണ്ടായതെന്നും ജസ്റ്റിസ് ഹേമ ആ കമ്മീഷൻ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, വലിയ തരത്തിലുള്ള ചൂഷണം മലയാള സിനിമാ രംഗത്തുള്ള പല സ്ത്രീകളും നേരിടേണ്ടി വന്നു എന്നുള്ളതിന്റെ ഒരു വ്യക്തമായ നേർരേഖയാണ് ഈ റിപ്പോർട്ട് മനസ്സിലാക്കുന്നു. ഇതിൽ നിന്ന് ആദ്യം തന്നെ എടുത്തു പറയുന്നുണ്ട്, വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തവരെ അറിയപ്പെടുന്ന ചില കോഡുകളുണ്ട്. സഹകരിക്കുന്നവർക്ക് വലിയ തരത്തിലുള്ള ചാൻസുകൾ നൽകുന്നു. ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള മൊഴികൾ കേട്ടു. ആ മൊഴികൾ കേട്ടപ്പോഴും ജസ്റ്റിസ് ഹേമയ്ക്ക് വലിയ തരത്തിലുള്ള ഒരു ഞെട്ടലുളവാക്കിയെന്ന് പറയുന്നു. അവസാനം പറഞ്ഞു നിർത്ത കമ്മീഷൻ തന്നെയാണ്. അതിന്റെ ഒരു കാര്യം, പ്രസക്തമായ ഒരു ഭാഗം, വഴങ്ങാത്ത ആളുകളെ അല്ലെങ്കിൽ ഇംഗിതത്തിന് വഴങ്ങാത്തവരെ പറയുന്നത് പ്രശ്നക്കാരെന്ന് പറഞ്ഞ് പലപ്പോഴും സിനിമകളിൽ നിന്ന് ഒഴിവാക്കുന്നു. പോലീസിനെ സമീപിക്കാത്തത് ജീവഭയം കൊണ്ടാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ട് പുറത്തു വരരുത് എന്ന് ചിലരെങ്കിലും ആഗ്രഹിച്ചത് എന്നതിന്റെ തെളിവാണ് ഇത്തരത്തിലുള്ള ചില വെളിപ്പെടുത്തലുകൾ റിപ്പോർട്ടിലുണ്ട് എന്നുള്ളത് കൊണ്ട് വളരെ വ്യക്തമാണ്. കാരണം അതിലെടുത്തു പറയുന്നൊരു കാര്യമുണ്ട്, വളരെ പറയുന്നു, സിനിമാ മേഖലയിലുള്ള ചില സ്ത്രീകൾ വലിയ തരത്തിലുള്ള ലൈംഗിക ചൂഷണത്തിന് അല്ലെങ്കിൽ വ്യാപകമായ ലൈംഗിക ചൂഷണത്തിന് വിധേയരായി എന്ന് പറയുന്നു. സെറ്റിൽ ഇടനിലക്കാരുടെ പ്രവർത്തനം വ്യാപകമാണെന്ന് പറയുന്നു. ഇത്തരത്തിൽ ഒരുപക്ഷെ നമ്മൾ കേട്ടുകേഴ്വിയില്ലാത്ത പല കാര്യങ്ങളെക്കുറിച്ചും സിനിമാ മേഖലയിലുള്ള പല സംഭവങ്ങളെക്കുറിച്ചുമുള്ള ഒരു ആധികാരിക വെളിപ്പെടുത്തൽ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. കാരണം ഇതിനൊരു ജുഡീഷ്യറി പദവി ഈ കമ്മീഷന് ഇല്ല എങ്കിൽ പോലും ഒരുപക്ഷെ അന്ന്
മുഖ്യമന്ത്രി തീരുമാനമെടുത്ത ഒരു കാര്യം ഇതിനു വേണ്ടി ഒരു പഠനം നടത്തുക, ആ പഠനം നടത്തിയ ശേഷം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു കോൺക്ലേവ് സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷേ ആ പഠനത്തിനും അപ്പുറത്തേക്ക്, അല്ലെങ്കിൽ എന്താണോ കേട്ടറിഞ്ഞത് അതിനും അപ്പുറത്തേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ്. അതായത് ഈ പലപ്പോഴും വഴങ്ങാത്തവരെ പ്രശ്നക്കാരായി മാറ്റി നിർത്തുമ്പോൾ സഹകരിക്കുന്നവരെ കോഓപ്പറേറ്റീവ് ആർട്ടിസ്റ്റുകൾ എന്ന പേരിൽ അറിയപ്പെടും. അതാണ്. അപ്പോൾ ഓരോ തരത്തിലുള്ള കോഡുകൾ അവിടെ ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് ഈ സിനിമാ ഫീൽഡിൽ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതിന് വളരെ വ്യക്തമാണ്. കാരണം വഴങ്ങാത്തവരെ പ്രശ്നക്കാരെന്നും, അപ്പോൾ വഴങ്ങുന്നവരെ ഈ സംഭവവുമായി സഹകരിക്കുന്നവരെ കോഓപ്പറേറ്റീവ് ആർട്ടിസ്റ്റുകൾ എന്ന കോഡിലും അറിയപ്പെട്ടിരുന്നു. എന്തായാലും ഇത്തരത്തിൽ സിനിമാ മേഖലയിൽ വലിയ തരത്തിലുള്ള ചൂഷണത്തിന് സ്ത്രീകൾ അല്ലെങ്കിൽ ചൂഷണത്തിന് വിധേയരായിരുന്നു എന്നുള്ളതിന്റെ തെളിവുകളാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരിക്കുന്നു, സഹകരിക്കുന്നവർക്ക്, അതായത് സിനിമാ മേഖലയിൽ സംവിധായകരുടെയും നിർമ്മാതാക്കളുടെയും ഇംഗിതങ്ങൾക്ക് അല്ലെങ്കിൽ ചൂഷണങ്ങൾക്ക് വിധേയരാകുന്നവരെ കോഓപ്പറേറ്റീവ് ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്ന കോഡ് പേരിലാണ് അറിയപ്പെട്ടിരുന്നെന്ന് പറയുന്നു. ഒപ്പം ഇത് നിയന്ത്രിക്കുന്ന ഒരു മാഫിയ സംഘം, ഇതുമായി ബന്ധപ്പെട്ട ഒരു മാഫിയ സംഘം തന്നെ മലയാള സിനിമാ രംഗത്തുണ്ട്. അവർ നടന്മാരല്ല, സംവിധായകരല്ല, പക്ഷേ ഇതിന്റെ എല്ലാം ഇടനിലക്കാരായി, ഈ സിനിമാ മേഖലയിലെ ഇടനിലക്കാരായി പ്രവർത്തിക്കുന്ന വലിയൊരു മാഫിയ സംഘം തന്നെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നു. അവസരം കിട്ടാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകേണ്ട സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് എന്ന് റിപ്പോർട്ടിൽ ഉണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നതനുസരിച്ച് മലയാള സിനിമാ മേഖലയിൽ വലിയ തരത്തിലുള്ള ചൂഷണത്തിന് സ്ത്രീകൾ വിധേയരായി എന്നുള്ളതിന്റെ തെളിവുകളാണ് പുറത്തേക്ക് വരുന്നത്. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമായി റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നു. ഈ മൊഴി നൽകിയവരെല്ലാം തന്നെ ഓരോ കാര്യങ്ങളും വ്യക്തമായി എടുത്തു പറയുന്നു. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണമെന്ന് ആവശ്യപ്പെടുന്നതായി മൊഴി. അതായത് ഈ 68ഓളം പേരാണ് ഈ ഹേമ കമ്മിറ്റിക്ക് മുമ്പിൽ ഹാജരായി മൊഴി നൽകിയത്. അവർ കൃത്യമായി പറയുന്നൊരു കാര്യം, വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നതായി മൊഴി. അതായത് സിനിമാ മേഖലയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണമായിരുന്നു, അല്ലെങ്കിൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായാൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ. അത്തരത്തിൽ മൊഴികൾ നൽകിയിരിക്കുന്നു. ഒപ്പം ഈ സിനിമാ സംവിധായകരുടെയും നിർമ്മാതാക്കളുടെയും ഇംഗിതങ്ങൾക്ക് വഴങ്ങാത്തവർക്ക് അവസരം ലഭിച്ചിരുന്നില്ല, അല്ലെങ്കിൽ അവരെ ഒരുപക്ഷെ സിനിമയിൽ നിന്നും പുറത്താക്കപ്പെട്ടിരുന്നു. സ്ത്രീകളോട് പ്രാകൃതമായ ഒരു സമീപനം പുലർത്തിയിരുന്നു, അല്ലെങ്കിൽ ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു എടുത്തു പറയത്തക്ക കാര്യമായി റിപ്പോർട്ടിലുള്ള സൂചന. പ്രാകൃതമായ രീതിയിൽ സ്ത്രീകളോട് പെരുമാറിയിരുന്നു. സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട പലരെയും ഒപ്പം എടുത്തു പറയുന്ന മറ്റൊരു കാര്യം, ഈ ചൂഷണത്തിന് വിധേയമായില്ല എങ്കിൽ, അല്ലെങ്കിൽ ഇവർ പറയുന്ന കാര്യങ്ങൾക്ക് തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ അവർ ഒരുപക്ഷെ സിനിമാ ഫീൽഡിൽ നിന്ന് പുറത്തു പോകുന്നു. പരാതി പറഞ്ഞാൽ കുടുംബാംഗങ്ങളെയും ഭീഷണിപ്പെടുത്തും. അതായത് ഏതെങ്കിലും തരത്തിൽ ഒരു ചൂഷണത്തിന്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ചൂഷണത്തിന് വിധേയരായ ഒരു സിനിമാ മേഖലയിലെ സ്ത്രീ ഏതെങ്കിലും തരത്തിൽ പരാതി പറഞ്ഞാൽ അത് പിന്നീട് അവരെ കുടുംബാംഗങ്ങളെ പോലും ഭീഷണിപ്പെടുത്തുന്ന തരത്തിലേക്ക് എത്തിച്ചേരുന്നു. അങ്ങനെ വലിയ തരത്തിലുള്ള പരാതികളാണ് ഈ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ റിപ്പോർട്ടിന്റെ തുടക്ക ഭാഗത്ത് തന്നെ പറഞ്ഞു വരുന്നൊരു കാര്യം, സിനിമാ മേഖലയിൽ ഉണ്ടായിരുന്ന പല സ്ത്രീകളും വലിയ തരത്തിലുള്ള ചൂഷണത്തിന് വിധേയരായിരുന്നു. ഒപ്പം ഈ ചൂഷണത്തിന് പിന്നിൽ പ്രമുഖരായിരുന്നു, അല്ലെങ്കിൽ ചില പ്രശസ്തരുണ്ടായിരുന്നു, അതിക്രമം കാട്ടിയവരിൽ ഉന്നതരുണ്ട് എന്നാണ് റിപ്പോർട്ടിലെ സൂചന. അത്തരത്തിൽ ആ ആളുകളുടെ പേരുകൾ കേട്ടപ്പോൾ ഞെട്ടി എന്നാണ് ഹേമ കമ്മീഷന്റെ, അല്ലെങ്കിൽ ജസ്റ്റിസ് ഹേമ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു, മലയാള സിനിമാ ഫീൽഡിൽ, അല്ലെങ്കിൽ മലയാള സിനിമാ രംഗത്ത് പല ഘട്ടങ്ങളിലായി സ്ത്രീകൾ ചൂഷണത്തിന് വിധേയരായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഒപ്പം ഇനി അവരുടെ പ്രാഥമിക ആവശ്യങ്ങളെ കുറിച്ച് പോലും വ്യക്തമായി പറയുന്നുണ്ട്. ശുചിമുറികൾ പോലും മലയാളത്തിലെ സിനിമാ നടികൾക്ക് നിഷേധിക്കപ്പെട്ടിരുന്നു. ഇത് തന്നെയായിരുന്നു അന്ന് മുഖ്യമന്ത്രിക്ക് മുന്നിൽ പരാതിയുമായി സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ കൂട്ടായ്മ എത്തിയപ്പോഴേക്കും പ്രധാനമായി പറഞ്ഞതും പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി അവസരങ്ങളില്ല. ചെറിയ റോളുകളിലെത്തുന്ന നടിമാർക്ക് അവർക്ക് കൃത്യമായ ഭക്ഷണം കിട്ടുന്നില്ല, അവർക്ക് ദിവസക്കൂലി എന്ന നിലയിൽ ഒരു താൽക്കാലിക വേതനം മാത്രമാണ് നൽകുന്നത്. അങ്ങനെ വലിയ തരത്തിൽ ചൂഷണത്തിന് വിധേയരാകുന്നു. ഇത് എല്ലാം സൂചിപ്പിച്ചുകൊണ്ട് തന്നെയാണ് അന്ന് പരാതി നൽകുകയും